ഹായ് സുഹൃത്തുക്കളെ, നമ്മളിത് ബുധനെ പറ്റിയാണ് പറയുന്നത്. ബുധന്റെ രാശിമാറ്റത്തിൽ കൂടെ ആർക്കൊക്കെ എന്തൊക്കെ പ്രയോജനം വരുമെന്ന്. കാരണം ഈ രാശിമാറ്റത്തിൽ കൂടെ കഴിഞ്ഞ കാലത്ത് നിരവധി പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ആൾക്കാർക്കെല്ലാം ഒരു അനുകൂലമായിട്ടും ചില ആൾക്കാർക്ക് അത് പ്രതികൂലവുമാകാം. പക്ഷേ ഈ പറയുന്ന രാശിക്കാർക്ക് ഇത് വളരെ അനുകൂലമാണ്. അപ്പോൾ ഇതിനകത്ത് ഇപ്പം ബുധൻ്റെ എന്ന് പറഞ്ഞ സോഷ്യൽ മീഡിയ, ഫേസ്ബുക്ക്, TV അങ്ങനെ ഒട്ടനവധി ഇതുമായിട്ട് ഈ മോഡേൺ ടെക്നോളജിയുടെ ഗ്രഹമാണ് ബുധൻ എന്ന് പറഞ്ഞാൽ, അറിവിന്റെ ഗ്രഹമാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പം നിങ്ങൾ ബുധൻ എന്താണെന്ന് ഏകദേശം ഒന്ന് അറിയണം. അപ്പം ബുധനെ പറ്റി അറിയണമെന്നതിൽ നമ്മൾ ഏകദേശം പറഞ്ഞാൽ ബുധൻ ഒരു മാസം ഒരു കള്ളിയിലാണ്, അതായത് ഒരു രാശിയിൽ ഒരു മാസമാണ് സാധാരണയുള്ളത്. പക്ഷെ എന്നൊരു ഇപ്പം ബുധൻ വക്രത്തിൽ കൂടാണ്, അത് വളഞ്ഞു ചുറ്റിയാണ് സഞ്ചരിക്കുന്നത്. അപ്പം ഇത് മാക്സിമം അതായത് 10 ആഴ്ച വരെ വേണം നീണ്ടിരിക്കാം. പക്ഷെ അത്രയില്ല, എന്നാലും ഞാൻ പറയാമായിരുന്നു. അത് അങ്ങനെ ഒരു കണക്കാണ്, അതിന്റെ മാക്സിമം കപ്പാസിറ്റി പറഞ്ഞ. അപ്പൊ ഇങ്ങനെ എന്തായാലും ഇപ്പൊ വക്രത്തിൽ കൂടെ. അപ്പൊ അതിനകത്ത് ഞാനൊരു ചാർട്ട് കൊടുക്കുന്നുണ്ട്. ഈ ചാർട്ടിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും അപ്പൊ ബുധൻ എവിടെ നിൽക്കണം. അപ്പൊ ഇവർക്ക് ഈ ബുധന്റെ മാറ്റത്തിൽ കൂടെ വളരെ അനുകൂലമായിട്ടുള്ള ഒരു കാലമാണ്. ഈ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ മെയ് 7-ാം തീയതി ഒരു ചാർട്ട്, 8-ാം തീയതി പിന്നെയും ബുധൻ മാറുന്നു, പിന്നെ സൂര്യൻ അതേമാതിരി മെയ് 1-ാം തീയതി മാറുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ഈ മാറ്റത്താണ്. അപ്പൊ ഇതിനിടയ്ക്കുള്ള ഈ ഒരു പീരീഡ് ഉണ്ട്. ഈ സൂര്യൻ നിൽക്കുന്നതും ബുധൻ നിൽക്കുന്നത്. സൂര്യൻ എന്ന് പറഞ്ഞാൽ കത്തി നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ, അതായത് സോഷ്യൽ മീഡിയ എല്ലാം കത്തി നിൽക്കുക ഇനി വരാനുള്ള ആ സമയത്ത്. ഫേസ്ബുക്കുമായിട്ടുള്ള ഒരുപാട് കാരണം ഈ ശനി മാറ്റത്തിൽ കൂടെ ഇവിടെ ലോകത്തിൽ നിരവധി പ്രശ്നങ്ങൾ നടക്കും. സാമ്പത്തികമായിട്ടുള്ള കരവക്രത്തിൽ അല്ലാതുള്ള പ്രശ്നങ്ങൾ. ഇനിയിപ്പം വ്യാഴം മാറുന്നു മെയ് 14-ാം തീയതി. അതുപോലെ പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ. ഇവൻ ഇനിയായാലും ഇവർക്കൊക്കെ വന്നേക്കാം. അതേമാതിരി പൊട്ടിത്തെറികൾ, തീപിടുത്തങ്ങൾ. എൻ്റെ ശനി എന്ന് പറയുന്ന ഒരു ഇതിനകത്തോണ്ട് ഒരു ലിങ്ക് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ അതൊന്ന് വിശദമായിട്ട്, കാരണം ഇതെല്ലാം കൂടെ ഒരു വീഡിയോയിൽ കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൂടെ മിക്സ് ആയിപ്പോകും. നമ്മളിപ്പോൾ ബുധനെ പറ്റി പറയുമ്പോൾ ബുധനെ ആരാണെന്നുള്ളത് ഏകദേശം ഒന്ന് അറിഞ്ഞിരിക്കും. കാരണം അതിന് ചെറിയൊരു സ്റ്റോറി പറയാം, അപ്പം നിങ്ങൾ അത് ഓർത്തിരിക്കും. കാരണം ഇതൊക്കെ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെന്നിരി നിങ്ങളെല്ലാം കേൾക്കും ബുധമാറ്റം, ശനിമാറ്റം, ചൊവ്വ മാറുന്നു. അപ്പോൾ ഇതെന്താണെന്നുള്ളൊരു കൺഫ്യൂഷൻ. അപ്പോൾ എൻ്റെ ഇത് വാച്ച് ചെയ്യുന്നവരാണെന്ന് നിങ്ങൾ നോക്കി, ഇതൊരു രഹസ്യമായിട്ടുള്ള ഒരു ഗോപ്യമായിട്ടുള്ള വെച്ച രീതിയിലാണ് പല ആൾക്കാരും ഇതിനെ കണ്ടിരിക്കുന്നത്. അങ്ങനെ എല്ലാവർക്കും വേണമെങ്കിൽ പഠിക്കുകയോ എല്ലാം ചെയ്യാനുള്ള ഇതുണ്ട്, ഇൻട്രസ്റ്റിന്റെ മേലിലാണ്. അപ്പം പല സംഭവങ്ങളും ടെക്നിക്കൽ നെയിം ഇതെല്ലാം ഗോപ്യമായിട്ട് വെച്ചിരിക്കുന്നത്. അല്ലെന്നൊരു പല ആൾക്കാർ ഷാറിനെ പറ്റി പറയുമ്പം ഇതുമായിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുക്കുന്നില്ല, ഒരു കൺഫ്യൂഷനായിട്ട് ഒടിച്ചു വളച്ചൊക്കെ പറയുന്നതായിട്ടുള്ള രീതിയുണ്ട്. ഏതായിക്കോട്ടെ, ഞാനിത് പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഇതിന് സ്റ്റോറി പറയാൻ വന്ന ദേവഗുരുവായ ബൃഹസ്പതിയുടെ ശിഷ്യനാണ് ചന്ദ്രന്. ഒരിക്കൽ ദേവഗുരുവായ ബൃഹസ്പതിയുടെ ഭാര്യ താര ചന്ദ്രനെ കണ്ട് മോഹിച്ച് ചന്ദ്രനിൽ ആകൃഷ്ടയായി. അങ്ങനെ ആ ചന്ദ്രനിൽ നിന്നും ജനിക്കുന്നതാണ് ബുധൻ. അങ്ങനെയാണ് പിറവിയെടുക്കുന്നത്. അതൊരു ആസ് പെർ ഇന്ത്യൻ മിത്തോളജി ഒരു എരിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ഈ ഒരു രീതിയിലാണ് പോകുന്നത്. അപ്പം അങ്ങനെ താരയിലും ചന്ദ്രനിലും കൂടെ ജനിക്കുന്ന സുന്ദരനായിട്ടുള്ള സുമുഖനായിട്ടുള്ള, അവിടെ ഞാൻ ഇവിടെ ഒരു പിക്ചറും കൊടുത്തിട്ടുള്ള അങ്ങനെ ഒരാളാണ് ബുധൻ. ബുധൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ പിഴച്ചു വെറ്റ സന്താനം എന്നുള്ള ഒരു പേര് കേൾക്കുന്നു ബുധനെ പറ്റി. അതുകൊണ്ട് ബുധനെ ആരും ഒന്നും പഠിപ്പിക്കാൻ നിന്നില്ല. അങ്ങനെ ഈ ബുധന് തന്നെ ഇത് പഠിക്കണമെന്നുള്ള വാശിയും അങ്ങനെ വൈരാഗ്യം കൂടി ബുധന് എല്ലാ കാര്യങ്ങളിലും ഈ ഭൂലോകത്തിന്റെ കീഴിലുള്ള എല്ലാ കാര്യങ്ങളും അരച്ച് കാച്ച് പഠിച്ച് അങ്ങനെ കമ്മ്യൂണിക്കേഷൻ്റെ ടെക്നോളജിയുടെയും എല്ലാം ഗ്രഹമായി മാറി. അപ്പോൾ ഈ പിക്ചർ കണ്ടാൽ തന്നെ അറിയാം, ആ സൗകുമാരിയും ചന്ദ്രനെ പോലെ സുന്ദരനായ സുമുഖനായ ഒരു ബുധന്റെ രൂപം ഇവിടെ കാണാം. അപ്പം അങ്ങനെ ഇത് അറിവിന്റെ ഗ്രഹമായി മാറി, കമ്മ്യൂണിക്കേഷൻ്റെ. അതേപോലെ അനിയത്തെയും സൂചിപ്പിക്കുന്ന ഗ്രഹമാണ് ഇത്. ലവ് മാരേജിന്റെ ഗ്രഹമാണ്, ലവ് അഫേഴ്സിന്റെ ഗ്രഹമാണ്. അങ്ങനെ ബുധനെ പറ്റി പറയാൻ ഒരുപാടുണ്ട്. ഈ ബുധൻ ഇപ്പം മാറുന്നത് കുംഭത്തിൽ നിന്നും മീനത്തിലേക്കാണ് മാറുന്നത്. കുംഭത്തിൽ നിന്നും മീനത്തിലേക്ക് മാറുമ്പോൾ അവിടെ വ്യാഴമാണ് നിൽക്കുന്നത്. വ്യാഴത്തിൻ്റെ സ്വക്ഷേത്രമാണ്. അപ്പം വ്യാഴത്തിൻ്റെ കള്ളിയിലോട്ട് ബുധൻ മാറുന്നു. പക്ഷെ അതുകൂടാതെ ഈ ബുധൻ്റെ കൂടെ ഈ ബാക്കി പല ഗ്രഹങ്ങളും നിൽക്കുന്നു. വ്യാഴത്തിൻ്റെ കൂടെ ശനിയുണ്ട്, രാഹുവുണ്ട്,
ഓപ്പോസിറ്റുകളുടെയൊക്കെ ഏതുകൊണ്ട്. അപ്പോൾ അങ്ങനെയുമായിട്ട് ബന്ധപ്പെട്ട് കാരണം ഓരോ ആൾക്കാരിൻ്റെ നക്ഷത്രങ്ങൾ വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പം ആ ഗ്രഹങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ പറയുന്നത്. കാരണം എല്ലാവർക്കും ഇത് കറക്റ്റ് ആയില്ല എന്ന വരിയിൽ ഇതിൻ്റെ കാര്യം ഇതാണ്. ഈ ഗ്രഹങ്ങൾ ചിലപ്പം ഇത് കേതു അനുകൂലമല്ല, രാഹു അനുകൂലമല്ല. രാഹു നെഗറ്റീവാന്ന് വെച്ചു, അല്ലെന്ന് വരെ അവരുടെ കർമ്മവുമായിട്ട് ബന്ധപ്പെട്ട് ശനി ചിലപ്പോൾ നെഗറ്റീവ് ആയിരിക്കും. എന്നാലും അങ്ങനെയുള്ള ഒരു കുറച്ച് കാര്യങ്ങളോട് നിങ്ങളൊന്ന് മനസ്സിലായിരിക്കണം. അപ്പം ഈ പറഞ്ഞ ഇപ്പം ഇത് ഗ്രഹണം നടക്കുന്ന ഇപ്പം പൂരുട്ടാതിയിലോട്ടാണ് ഈ ഗ്രഹങ്ങളുടെ അപ്രതീക്ഷിതമായിട്ടുള്ള ഈ മാറ്റം. പറഞ്ഞല്ലോ, ഒരു വക്രഗതിയിലാണ് ബുധൻ സഞ്ചരിക്കുന്നതെന്ന് പറഞ്ഞത്. അങ്ങനെ ഈ സംഗമം കൊണ്ട്, ഈ ബുധന്റെ ഈ ശനിയുടെയും സംഗമം കൊണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ പ്രതീക്ഷിക്കാൻ പറ്റാത്ത ഒരുപാട് അനുകൂലമായിട്ടുള്ള സംഭവങ്ങൾ നടക്കും. പിന്നെ ഈ ഗ്രഹം എന്ന് പറഞ്ഞല്ലോ, കമ്മ്യൂണിക്കേഷൻ്റെ, സോഷ്യൽ മീഡിയ, ഫേസ്ബുക്ക്, വാട്സപ്പ്, എല്ലാത്തിൻ്റെയും അപ്പം എന്ന് പറഞ്ഞാൽ ഇനിയും ഈ വരുന്ന ഈ ഒരു മാസം എന്ന് പറഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ശനിമാറ്റത്തിൽ കൂടെ ഈ ലോകത്തിന്റെ പല സ്ഥലത്തും സംഭവിക്കാൻ പാടില്ലാത്ത പല മാറ്റങ്ങളും സംഭവിക്കും. അപ്പോൾ ഇത് ഈ സോഷ്യൽ മീഡിയയിൽ കത്തി നിൽക്കും. TV ചാനലുകൾ, അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളും. അതേമാതിരി ഡോക്ടേഴ്സുമാർക്ക്, നേഴ്സുമാർക്കെല്ലാം നല്ലതാണ്. കാരണം ഈ ബുധൻ എന്ന് പറഞ്ഞാൽ ഇവരുമായിട്ടും ബന്ധപ്പെട്ട ഡോക്ടേഴ്സുമായിട്ടും ടെക്നോളജിയുമായിട്ടും, ബുധൻ പ്ലസ് സൂര്യൻ എന്ന് പറഞ്ഞ ഹോസ്പിറ്റലാണ്. അങ്ങനെ പിന്നെ അതുകൊണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇവർക്ക് ഈ നേഴ്സുമാർക്ക് ശമ്പള വർധനവിന് സാധ്യത മാത്രമല്ല, ഈ വ്യാഴത്തിൻ്റെ ഇത് പറഞ്ഞല്ലോ, അങ്ങനെ വ്യാഴത്തിൻ്റെ വീഡിയോ വേറെ ചെയ്തിട്ടുണ്ട്, ശനിയുടെ വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ പോകുമ്പോൾ ലോങ് ആയി പോകും. അത് നിങ്ങൾ പോയി അങ്ങനെ താല്പര്യമുണ്ടെന്നേരി കാണുക. അപ്പം ഇതിനകത്ത് നമ്മുടെ ഇടവൻ രാശിയെ പറ്റിയാണല്ലോ പറഞ്ഞത്. ഇടവൻ രാശിയെ പറ്റി പറയുമ്പോൾ കാർത്തിക, രോഹിണി, മകീരം. കാർത്തിക, രോഹിണി, മകീരം. കാർത്തിക എന്ന് പറയുമ്പോൾ കാർത്തികയുടെ ഭരിക്കുന്ന ഗ്രഹവും അതിൻ്റെ കൺട്രോൾ ഉള്ളതും കൂടെ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. കാർത്തിക എന്ന് പറഞ്ഞാൽ സൂര്യനാണ്. അതേമാതിരി ഇവരുടെ കർമ്മ എന്ന് പറഞ്ഞാൽ ചൊവ്വ കർമ്മയാണ് വരുന്നത്. രോഹിണി എന്ന് പറഞ്ഞാൽ ചന്ദ്രനാണ് ഇതിനെ ഭരിക്കുന്ന ഗ്രഹം, ബുധകർമ്മയാണ്. അപ്പോൾ ഈ ബുധകർമ്മ, അപ്പോൾ ഇവർക്കൊക്കെ അസ്ട്രോളജി ഒക്കെ വേണമെന്നൊരു പഠിക്കാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. പിന്നെ മകയിരം നക്ഷത്രം, മകയിരം എന്ന് പറഞ്ഞാൽ ചൊവ്വയാണ്, വ്യാഴമാണ് മകയിരം. അപ്പോൾ ഈ പറഞ്ഞ കാർത്തിക, രോഹിണി, മകയിരം ഇവർക്കെല്ലാം ഇത് വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ഇപ്പോഴേ. ഇവരുടെ സാമ്പത്തികമായിട്ട് നിന്നിരുന്ന പല പ്രശ്നങ്ങളും അത് കാരണം ഇപ്പോൾ വ്യാഴവും മാറുന്നുണ്ട്. വ്യാഴവും ഇവർക്ക് പോസിറ്റീവാണ്. അതുകൊണ്ട് ശനിയും പോസിറ്റീവ്. ഏകദേശം എല്ലാ കാര്യങ്ങളും അനുകൂലമായിട്ട് വരുന്ന ഒരു സമയമാണ്. കാരണം ഇവർ ഈ അടുത്ത കാലത്തായിട്ട് സംഭവിച്ചിരുന്ന സാമ്പത്തികമായിട്ടുള്ള പല പ്രശ്നത്തിൽ നിന്നും എല്ലാം ഊരി വരാനുള്ള ഒരു ഉയർത്തെഴുന്നേൽപ്പ് മാതിരിയുള്ള ഒരു സമയമാണ്. അപ്പം ഈ ഇടവൻ രാശി 11ാം ഭാവത്തിൽ ബുധന്റെ മാറ്റം നടക്കുന്നത്. അപ്പോൾ ഈ ഒരു രാശിമാറ്റത്തിലൂടെ ഈ അനുകൂലമായിട്ടുള്ള പല കാര്യങ്ങളും ഇവർക്ക് നടക്കും. പിന്നെ വ്യാഴം കൂടെ പോസിറ്റീവ് ആയുള്ളവർക്ക് വേണമെന്നൊരു വ്യാഴാഴ്ച ദിവസം ലോട്ടറി ഭാഗ്യം വരെ ഉണ്ട്. കാരണം നിങ്ങൾ വ്യാഴാഴ്ച അടിക്കുന്ന രീതിയിൽ ലോട്ടറി എടുത്തു കഴിഞ്ഞാൽ ലോട്ടറി അടിച്ചിരിക്കും. കാരണം വ്യാഴവും അനുകൂലമാണ്. അപ്പോൾ ഈ ചെറിയ ഗ്രഹങ്ങളെ ഇതുണ്ടെന്ന് വരികയേ ഉള്ളൂ ഇതിന് വ്യത്യാസം വരാനുള്ളത്. അപ്പം നിങ്ങളുടെ സ്റ്റാർ കറക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. എന്നാലും പറയുവാണ്, നിങ്ങൾക്ക് ട്രൈ ചെയ്യുക. എന്നിട്ട് എന്തെങ്കിലും ഉണ്ടെന്ന് നമ്മുടെ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യുക ഇല്ലയോ ഉണ്ടോ. അല്ലെന്ന് വരെ ഇവിടെ നിങ്ങളുടെ സ്റ്റാർ എല്ലാം തെറ്റായിരിക്കും, അല്ല ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റായിരിക്കും. അപ്പോൾ അതാണ് പറയാനുള്ളത്. അപ്പോൾ ഈ രാശിമാറ്റത്തിലൂടെ ഇവർ ആൾക്കാർ വേണമെന്നൊരു ഉപദേശം തേടി വരാനുള്ള സാഹചര്യം. പല ആൾക്കാർ അഭിപ്രായങ്ങൾ ആരായാലും ഇത്രയും നാൾ നിന്നിരുന്നതായിട്ടുള്ള ഇവർക്ക് ആൾക്കാർ റെസ്പെക്ട് ചെയ്യുന്നതായിട്ടുള്ള സാഹചര്യം വരും. അതുപോലെ നല്ല ഈ പറഞ്ഞ മാതിരി നല്ലൊരു ബഹുമാനവും വളരെ അവസരത്തിനകത്ത് ഉള്ള ഒരു ഉയർച്ചയും കാര്യങ്ങളും പിന്നെ പ്രശ്ന പരിഹാരത്തിന് എളുപ്പം ആൾക്കാർ സമീപിക്കും. ഇങ്ങനെ എല്ലാ രീതിയിലും ഇവർക്ക് നല്ലതാണ്. പിന്നെ വളരെ നാളായിട്ട് ഇവർക്ക് മനസ്സിൽ കൊണ്ടുവരുന്നിരുന്ന പല കാര്യങ്ങൾക്കും ഒരു അനുകൂലമായിട്ടുള്ള തീരുമാനം ഉണ്ടാകുന്നതാണ്. അപ്രതീക്ഷിതമായിട്ട് വിചാരിക്കാത്ത പല സംഭവങ്ങളും ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയാണ്. അങ്ങനെ പിന്നെ ഈ പ്രോപ്പർട്ടിയായിട്ട് ബന്ധപ്പെട്ടത്, ക്രെഡിറ്റ് കാർഡുമായിട്ട് ബന്ധപ്പെട്ടത്, ഇങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരം ടെമ്പററി ആയിട്ടുള്ളതോ, ബാങ്ക് ലോണുമായിട്ടുള്ള പ്രശ്നം അതിനൊക്കെ ഒരു പരിഹാരം. അതേമാതിരി സ്കിൻ അലർജി നെഗറ്റീവ് ആണോ പോസിറ്റീവ്. ഇപ്പം നിങ്ങൾക്ക് ബുധൻ നെഗറ്റീവ് ആണെന്ന് വരിയിൽ നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യുക. അതൊക്കെ കൂടെ പറയുകയാണ്. ബുധൻ പോസിറ്റീവ് ആണെന്ന് വരിയിൽ പോസിറ്റീവായിട്ട്. അപ്പോൾ ബുധനെ പോസിറ്റീവ് ഇതിന് ഒടുവിൽ പറയുന്നുണ്ട്. ബുധനെ പോസിറ്റീവ് ആക്കണമെന്ന് കഴിഞ്ഞാൽ വ്യാഴത്തെ പോസിറ്റീവ് ആക്കണമെന്ന് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഈ വീഡിയോക്കകത്ത് ഒടിവ് പറയുന്നുണ്ട്. ഒടിവ് കേട്ട് കഴിഞ്ഞാൽ കാര്യം മനസ്സിലാവില്ല, അടിച്ചു വിട്ട് കണ്ടു കഴിഞ്ഞാൽ കാര്യം മനസ്സിലാവില്ല. അങ്ങനെ അലർജി ഉള്ളവർക്ക് അതുമായിട്ടും ബന്ധപ്പെട്ടതും പിന്നെ വെയിനുമായിട്ട് ബന്ധപ്പെട്ടത്, നേഴ്സുമായിട്ട് ബന്ധപ്പെട്ടത്, ആസ്മ, അങ്ങനെ ഒരുപാട് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ പറയാനുള്ളത്.
അപ്പോൾ ബുധൻ നെഗറ്റീവായിട്ടുള്ളവർക്ക് ചിലപ്പോൾ സ്കിൻ അലർജി അങ്ങനെയുള്ള പല കാര്യങ്ങളും വരാനുള്ള സാധ്യതയുണ്ട് പ്രോപ്പർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പം നിങ്ങളത് ബുധനെ ഈ പറഞ്ഞ മാതിരി ആക്ടിവേറ്റ് ചെയ്യണം, പോസിറ്റീവ് ആക്കണമെന്ന് ഒരു ഒടിവ് വരെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ സപ്പോസ് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യൻ പ്ലസ് ബുധൻ എന്ന ഹോസ്പിറ്റലാണ്, സൂര്യൻ പ്ലസ് ചന്ദ്രൻ എന്ന മെന്റൽ ഡോക്ടറാണ്. അപ്പോൾ അങ്ങനെ അതേമാതിരി ബുധൻ എന്ന ടെക്നോളജിയാണ്. ഈ ലേറ്റസ്റ്റ് ഇന്നത്തെ കാലത്തെ ആധുനിക ടെക്നോളജിയുമായിട്ടും ഈ പറഞ്ഞ മോഡേൺ ടെക്നോളജി, പിന്നെ ഫേസ്ബുക്ക്, സോഷ്യൽ മീഡിയ, വാട്സപ്പ്, അങ്ങനെ കമ്മ്യൂണിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടതും, പിന്നെ പറഞ്ഞല്ലോ അനിയത്തിയാണ് ബുധൻ എന്ന സ്നേഹമാണ്, ബുധനെന്ന ഈവൻ ലവ് മാരേജിന്റെ കൂടെ അങ്ങനെയുള്ള ഗ്രഹമാണ്. അങ്ങനെ എല്ലാം കൊണ്ടും ഒരു നല്ലൊരു ഗ്രഹമാണ്. അപ്പോൾ നിങ്ങൾക്ക് ചില ആൾക്കാർക്ക് ഈ സ്കിൻ അലർജി പ്രശ്നങ്ങളെ, നെർവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ, പ്രത്യേകിച്ച് ചില ആൾക്കാർക്ക് പീരീഡ്സുമായിട്ട് ബന്ധപ്പെട്ടത് PCOD, PC അങ്ങനെയുള്ള പ്രശ്നങ്ങളെ, അങ്ങനെയുള്ളതിനൊക്കെ എന്ന് പറഞ്ഞാൽ ബുധനെ ആക്ടിവേറ്റ് ചെയ്യണം. അങ്ങനെയുള്ളൊരു അതിന്റെ പ്രതിവിധി പറയുന്നുണ്ട്. അപ്പോൾ ബുധനെ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള അസുഖങ്ങളെല്ലാം മാറും. എപ്പോഴും ബുധൻ എന്ന് പറഞ്ഞാൽ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, കാരണം അറിവിന്റെ കൂടി ഗ്രഹമാണ്. ലോകത്തിന് അറിവ് കൊടുക്കുക, അപ്പം തന്നെ ഒരു പ്രതിവിധിയായി. അത് പറയാം, താല്പര്യമുള്ളവർക്ക് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ആർക്കെന്തെങ്കിലും പിന്നെ അസ്ട്രോളജി വല്ലതും റിലേറ്റഡ്, കാരണം നമ്മളിപ്പോൾ അടുത്ത മാസം അസ്ട്രോളജിയുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമാണ്, പ്രത്യേകിച്ച് ബുധൻ പോസിറ്റീവായിട്ടുള്ള ആൾക്കാർക്ക് അസ്ട്രോളജി വളരെ വാഴുന്നതാണ്. ബുധൻ തന്നെയല്ല, അമാനുഷികം എന്ന് പറഞ്ഞാൽ 8ാം ഭാവം, അങ്ങനെ കുറച്ചുണ്ട്. പക്ഷെ നിലയിൽ അത്യാവശ്യം കാര്യങ്ങൾ ബുധൻ പോസിറ്റീവായിട്ടുള്ള ആൾക്കാർക്ക്, ബുധനെ നിൽക്കുന്ന ആൾക്കാർക്ക്, അത് നെഗറ്റീവുള്ള ആൾക്കാർക്ക് പറ്റും. അങ്ങനെ അതായത് ബുധനെ പോസിറ്റീവ് ആക്കുക, ഈ പറഞ്ഞ പഠിച്ച് അറിവ് കൊടുത്തിട്ട് ഓട്ടോമാറ്റിക്കലി ആ സ്കിൻ അലർജി അങ്ങനെയുള്ള പ്രശ്നങ്ങളും മാറും. പിന്നെ ഡോക്യുമെന്റുമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ, അതുമാത്രമല്ല നമ്മുടെ ഇതെന്ന് പറഞ്ഞാൽ പ്ലാൻ ചെയ്യുന്നതെന്ന് ജസ്റ്റ് പഠിപ്പിക്കുകയല്ല, അതിൻ്റെ ഒരു ഫീസൊക്കെ ഗ്രൂപ്പിൽ പിന്നെ പറയുന്നതാണ്. അപ്പോൾ ഇതിനകത്തൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് നിങ്ങൾക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പിനകത്ത് ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഫീസും കാര്യങ്ങളും എല്ലാം പറയുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് വേണമെന്നൊരു ജോയിൻ ചെയ്യാം, വേണമെന്നൊരു ജോയിൻ ചെയ്യണ്ട. അപ്പോൾ അതുകൊണ്ട് വേണമെന്നൊരു താല്പര്യമുള്ളവർക്ക് വേണമെന്നൊരു ജോയിൻ ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് പറയുന്നത്. അത് തന്നെയല്ല നമ്മുടെ ഒരു പ്ലാനിങ് എന്ന് പറഞ്ഞാൽ, ഇതിപ്പോൾ ഇന്ത്യ മൊത്തവും എന്നല്ല, വേൾഡ് മുഴുവനായിട്ട് ഉള്ള ഒരു പ്രത്യേക ഉള്ള ഒരു പ്ലാനിങ് ആണ് ഓൾറെഡി ഇത് എല്ലാം ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പം ആൾക്കാർക്ക് ആർക്കെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ജോലി വേണമെന്നൊരു ജോലി വരാം. അതിനൊരു പഠിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം അറിവുള്ള ആൾക്കാർക്ക് ബാക്കിയുള്ള ട്രെയിനിങ് കൊടുക്കും. അപ്പോൾ ഒരു 6 മാസത്തെ ട്രെയിനിങ് ആണ്. അപ്പം ഇത് ഓൺലൈനാണ്, ആരും വരേണ്ടതായിട്ടുള്ള കാര്യമില്ല. എല്ലാം നമ്മുടെ സോഷ്യൽ മീഡിയയിലെ ടെക്നോളജി എത്ര അപ് ടു ഡേറ്റ് ആണെന്നല്ല. അപ്പോൾ ഡെയിലി 1 അവറുള്ള ക്ലാസ് കണ്ടിരിക്കും. അപ്പോൾ അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണമെന്നതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഫീസിൻ്റെ കാര്യം എല്ലാം ഡിസ്കസ് ചെയ്യാൻ, നിങ്ങൾക്ക് തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ വേണമെന്നൊരു തൊഴിൽ തരാനും ബാക്കിയുള്ള എല്ലാ സാഹചര്യങ്ങളും, പ്രത്യേകിച്ച് ഇംഗ്ലീഷ്, ഹിന്ദി ലാംഗ്വേജ് അറിയിക്കുന്നവർക്ക് ഓപ്പർച്യൂണിറ്റി കൂടുതലാണ്. അപ്പം ഇതൊക്കെയാണ് ഇതേപ്പറ്റി പറയാനുള്ളത്. അപ്പോൾ പിന്നെ ഫീസിൻ്റെ കാര്യം പറയാമെന്ന് പറയും. പിന്നെ ഈ ബുധന്റെ പ്രീതിക്കായിട്ട് നിങ്ങൾ ഒന്നിൽ സോഷ്യൽ മീഡിയ ആക്ടിവേറ്റ് ചെയ്യുക, അല്ലെന്നൊരു കുട്ടികളെ പഠിപ്പിക്കുക, കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ആൾക്കാരെ പഠിപ്പിക്കുക, എടുക്കുക, അറിവ് കൊടുക്കുക. അറിവ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അറിയാലോ. അല്ലെന്നൊരു സ്കിൻ അലർജി ഉള്ള ആൾക്കാർക്ക്, അല്ല ഡോക്യുമെന്റുമായിട്ട് ബന്ധപ്പെട്ടവരെ സഹായിക്കുക, സ്കിൻ അലർജി ഉള്ളവർക്ക് അവരെ സഹായിക്കാം, മെഡിസിനോ എന്താ ഡൊണേറ്റ് ചെയ്യുക, അല്ലെന്നൊരു ഈ പറഞ്ഞ മാതിരി ഡോക്യുമെന്റുമായിട്ട് ഇഷ്യൂ ഉള്ളവരെ സഹായിക്കാം. അപ്പോഴും ഡോക്യുമെന്റിന്റെ ഇതാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ജോലി ചെയ്യുന്നവർക്ക് ഇത് പോസിറ്റീവായി വരും. അതായത് ഏകദേശം ഇതിൻ്റെ ഒരു കാലഘട്ടം 3 വർഷത്തോളമാണ്. അപ്പോൾ അതേമാതിരി വ്യാഴത്തെ ആണെങ്കിലും മണിയുടെ ഗ്രഹമാണ്. വ്യാഴത്തെ ആണെങ്കിലും ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യത്തിന് പൈസ കിട്ടും. കുട്ടികളെ പഠിപ്പിക്കുക, കുട്ടികളെ സഹായിക്കുക, അപ്പോഴും കമ്മ്യൂണിക്കേഷൻ അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇത് പ്രത്യേകിച്ച് ഈ 2 ഗ്രഹത്തെ ആക്ടിവേറ്റ് ആക്കേണ്ട ലൈഫിലെ മെജോറിറ്റി. കാരണം മതി, വിധി, ഗതി എന്ന് പറഞ്ഞ 2-3 സംഭവമാണ്. അപ്പോൾ ഈ വിധി എന്ന് പറയാൻ നമുക്ക് മാറ്റാൻ പറ്റില്ല, പക്ഷെ വിധിയെ മറികടക്കാനുള്ള ഓപ്ഷനാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇതിന്ന് നമുക്ക് ഈ ഗ്രഹങ്ങളെ, വ്യാഴത്തെയും ബുധനെയും പോസിറ്റീവ് ആക്കുന്നതിലൂടെ ജീവിതത്തിലെ ഒരുപാട് പ്രശ്നങ്ങൾ, കാരണം ആവശ്യത്തിൽ കൂടുതൽ പൈസ കൈ കിട്ടുക, പിന്നെ നമുക്ക് അസുഖങ്ങൾ മാറിയിരിക്കുക. നെർവുമായിട്ട് ബന്ധപ്പെട്ട ബുധൻ നെഗറ്റീവ് ആണെന്ന് ഒരുപാട് അസുഖങ്ങൾ വരും. ഇപ്പോൾ പറഞ്ഞ മാതിരി പീരീഡ്സുമായിട്ട് ബന്ധപ്പെട്ട, അല്ല വൈറൽ, ആസ്മ റിലേറ്റഡ് ആയിട്ടുള്ള, സ്കിൻ അലർജി, അല്ലെന്നൊരിൽ ഇങ്ങനെ അല്ലാതുള്ള തുമ്മൽ, അലർജിയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ, അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ, അല്ലെന്നൊരു ഓരോ ശരീരത്തെ ഓരോ കളർ ചേഞ്ചിങ്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ, അല്ലെന്നൊരു ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും, ഞരമ്പുമായിട്ട് ബന്ധപ്പെട്ട വെരിക്കോസ് വെയിൻ, ഇതെല്ലാം ബുധന്റെ ഗ്രഹമാണ്. വെരിക്കോസ് വെയിൻ ഉള്ളവർക്ക് നെഗറ്റീവ് ആണെന്ന് വെരിക്കോസ് വെയിൻ
അപ്പോൾ ഇതിനെല്ലാം ആക്ടിവേറ്റ് ചെയ്യണം. അപ്പോൾ അത് നമ്മൾ ഇവിടെ ഒരു ദൈവത്തിൻ്റെ അല്ല ഒരു അമ്പലത്തിൻ്റെ ഒരു പള്ളിയുടെയും ഒരു മോസ്കിൻ്റെയും കഥയല്ല പറയുന്നത്. കർമ്മം മാത്രമാണ് നമ്മൾ പറയുന്നത്. അതാണ് നമ്മുടെ ടെക്നോളജി. അല്ലാതെ കുറച്ച് നേരത്തെ അങ്ങോട്ട് പോയിട്ട് ഇവർക്ക് മനുഷ്യനെ സഹായിക്കുക, ഇല്ലാത്തവർക്ക് കൊടുക്കുക. നിങ്ങൾക്ക് കിട്ടുന്ന എന്തെങ്കിലും കിട്ടുന്നതിൻ്റെ ഒരു 10% മുസ്ലിംസൊക്കെ സക്കാത്ത് കൊടുക്കുന്ന മാതിരിയുള്ള സംഭവം ഉണ്ടല്ലോ. അപ്പോൾ ഒരു 10% കൊടുത്താൽ മതി. അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ സബ്ജക്റ്റ് ഇഷ്ടമാണെന്ന് ഒരു ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോ വരുന്നുണ്ട്. സാധാരണ ആൾക്കാർ പറയുന്ന മാതിരി ഇവിടെ 2 കുറി കൊട്ടിട്ട് എടുത്തിട്ട് പറയാനെടുക്കാനും ഒന്നും എല്ലാം കിട്ടുകയില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ ഉൾക്കൊള്ളുക. അല്ല കുറി വലിച്ചിട്ട് ഇവിടെ വെച്ചിട്ട് എനിക്ക് ഒരാളെ ഇതും സർട്ടിഫിക്കറ്റ് വേണം, പിന്നെ ഒരു ജ്യോതിഷനും ഒരു കാരണവശാലും ഒരാളും കൊണ്ട് പൈസ കൊടുക്കല്ല, പ്രത്യേകിച്ച് പറയുകയാണ്. അത് നിങ്ങളുടെ കർമ്മം നിങ്ങൾ തന്നെ മാറ്റുക. അപ്പോൾ താല്പര്യം ഉണ്ടെന്നൊരു സബ്സ്ക്രൈബ് ചെയ്താൽ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ വരും. അതേപോലെ ശനിയുടെ വീഡിയോ, പിന്നെ മമ്മൂട്ടിയുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ലിങ്ക് കൊടുക്കും. നിങ്ങൾ കണ്ടു നോക്കുക. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് സാധാരണ ആൾക്കാർ ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന മാതിരിയാണ് നമ്മൾ ചെയ്യുന്നതെന്നുകൂടെ നിങ്ങളൊന്ന് നോക്കിയിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അറിയാമല്ലോ എന്താണ്. അപ്പോൾ ഇത് ഇത്ര പറയാനുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.